നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഡിസംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: സംസ്ഥാനത്ത് വാഹന അപകടങ്ങളും ഗതാഗത നിയമ ലംഘനങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ AI ക്യാമറകളുടെ 2ാം ഘട്ടം വരികയാണ്. പോലീസാകും ഇവ സ്ഥാപിക്കുക. റിപ്പോർട്ട് തയ്യാറാക്കാൻ ട്രാഫിക് IGക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ADGP മനോജ് എബ്രഹാം വിളിച്ച യോഗത്തിലാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പ് സ്ഥാപിച്ച 675 നിർമ്മിത ബുദ്ധി ക്യാമറകളാണ് ഇപ്പോൾ നിരത്തിലുള്ളത്. മോട്ടോർ വാഹന വകുപ്പിന്റെ ക്യാമറകൾ എത്തിയിട്ടില്ലാത്ത പാതകൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇവ വരിക. 374 അതിതീവ്ര ബ്ലാക്ക് സ്പോട്ടുകൾക്ക് മുൻഗണന നൽകുന്നതായിരിക്കും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കർഷകർക്കായിട്ട് പുതിയൊരു ID കാർഡിന്റെ വിതരണം നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു. കതിർ എന്ന ആപ്ലിക്കേഷൻ വഴിയാണ് കർഷകർ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. തുടർന്ന് കർഷക ID കാർഡിനായിട്ട് വേണ്ടിയിട്ടുള്ള പ്രത്യേക അപേക്ഷകൾ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി തന്നെ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്തുള്ള കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ടാൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. കർഷകർ തിരിച്ചറിയ കാർഡിന് വേണ്ടി അപേക്ഷ വെച്ച് കഴിഞ്ഞാൽ ഇത്തരം അപേക്ഷകൾ പിന്നീട് നമ്മുടെ കൃഷിഭവൻ പരിധിയിലേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് വെരിഫിക്കേഷൻ നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കി കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സംവിധാനമാണ് ഉള്ളത്. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസിനൊപ്പം തന്നെ കൃഷിഭൂമി സംബന്ധിച്ച വിശദവിവരങ്ങളും നൽകേണ്ടതായിട്ടുണ്ട്. കർഷകർക്ക് വിവിധ ആനുകൂല്യങ്ങൾ, സബ്സിഡികൾ, ഇൻഷുറൻസ് പദ്ധതികൾ, പെൻഷൻ പദ്ധതികൾ എന്നിവയ്ക്ക് പോലും ഇനി മുതൽ ഇതൊരു പ്രധാനപ്പെട്ട രേഖയായിട്ട് കണക്കാക്കും. കർഷക തിരിച്ചറിയ കാർഡിൽ ഇപ്പോൾ നാമമാത്ര കർഷകർ മാത്രമാണ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള കർഷകരെല്ലാം തന്നെ ഈ ഒരു സ്കീം വഴി തിരിച്ചറിയ കാർഡിന് വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അതിനായി കതിർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷം ക്രിസ്മസിന് ഒരു ഗഡു ക്ഷേമ പെൻഷൻ അനുവദിച്ചിരിക്കുകയാണ്. 1600 രൂപ വീതം 62 ലക്ഷത്തോളം ആളുകൾക്ക് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച മുതൽ വിതരണം ആരംഭിക്കുന്നതായിരിക്കും. 27 ലക്ഷം ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ശേഷിക്കുന്നവർക്ക് സഹകരണ ബാങ്കുകൾ വഴി നേരിട്ടുമായിരിക്കും വിതരണം ചെയ്യുക. ഡിസംബർ മാസത്തിലെ ക്ഷേമ പെൻഷനാണ് വിതരണം ചെയ്യുന്നത്. ഈ വർഷം ഏപ്രിൽ മുതൽ അതാത് മാസം ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തിരുന്നു. നിലവിൽ 4 ഗഡു ഇപ്പോൾ കുടിശ്ശികയാണ്. അതിൽ ഒരെണ്ണം ഈ സാമ്പത്തിക വർഷം തന്നെ വിതരണം ചെയ്യുന്നതായിരിക്കും. ബാക്കി 3 ഗഡുക്കൾ കുടിശ്ശിക അത് അടുത്ത വർഷം നൽകുന്നതാണ്. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 33,800 കോടിയോളം രൂപയാണ് ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് ചെലവാക്കിയത്. ഇതിന്റെ 98% സംസ്ഥാനത്തിൻ്റെതും ബാക്കി 2% കേന്ദ്ര വിഹിതവുമാണ്. കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ 2023 ജൂലൈ മുതൽ ഇതുവരെയായിട്ട് 425 കോടിയോളം രൂപ കുടിശ്ശികയുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്: കൺസ്യൂമർ ഫെഡ് ക്രിസ്തുമസ് പുതുവത്സര വിപണി തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയാണ്. 13 നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റു ഉൽപ്പന്നങ്ങൾ 10 മുതൽ 40% വരെ വിലക്കുറവിലും വിപണിയിലൂടെ ലഭിക്കുന്നതാണ്. ജനുവരി 1 വരെ നടക്കുന്ന വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി VN വാസവൻ ഏറ്റുമാനൂരിൽ നിർവഹിച്ചിരിക്കുകയാണ്. 1601 രൂപയുടെ കിറ്റ് 1082 രൂപയ്ക്കാണ് ലഭിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിനുള്ള ബിരിയാണി അരി, ഡാൽഡ, ആട്ട, മൈദ, റവ, അരിപ്പൊടി, സേമിയ, പാലട, അരിയട, തേയില, ചുവന്നുള്ളി, സവാള തുടങ്ങിയവയൊക്കെ തന്നെ വിൽപ്പന കേന്ദ്രങ്ങളിൽ ലഭ്യമാകും. സർക്കാർ നിശ്ചയിച്ച വിലയിലാകും സബ്സിഡി ഇനങ്ങൾ ലഭിക്കുക. സാധാരണക്കാർക്ക് ആശ്വാസം പകരാനും പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും കൺസ്യൂമർ ഫെഡ് അറിയിച്ചു. 170 വിപണന കേന്ദ്രങ്ങളിലൂടെയാണ് വിതരണം നടക്കുക. ക്രിസ്മസ് പുതുവത്സര വിപണിയിൽ കൺസ്യൂമർ ഫെഡ് 25 കോടിയുടെ സബ്സിഡി ഇനങ്ങളുടെയും 50 കോടിയുടെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെയും ഉൾപ്പെടെ 75 കോടി രൂപയുടെ വിൽപ്പനയാണ് ലക്ഷ്യമിടുന്നതെന്നും ചെയർമാൻ അറിയിച്ചു. അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള 3ാം ദിനവും സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. വെള്ളിയാഴ്ച ഡിസംബർ 20-ാം തീയതി 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് 30 രൂപയും പവന് 240 രൂപയുമാണ് കുറഞ്ഞത്. 22 കാരറ്റ് സ്വർണ്ണത്തിന്റെ ഗ്രാമിന് 7040 രൂപയിലും പവന് 56,320 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും. വാട്സപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.